ചേട്ടാ സിനിമ വിഷയമാണ്, അടിപൊളി. ഇതാ ഡയറക്ടറിന്റെ മോനിരിക്കും ചോദിക്കുന്ന അങ്ങോട്ട് കൊടുത്ത പൈസക്ക് പക്കയാണ്, അത് പറയാം. ഫാസ്റ്റ് യൂഷ്വലി പോലെ തന്നെ നല്ല വിഷയം പെർഫോമൻസ് ആണ്. വടിവേലും നല്ല പെർഫോമൻസ് ഉണ്ട്, ആക്ടിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. രണ്ടുപേരും നല്ല കോംബോ ആണ്. വടിവേല് നല്ല അഭിനയം കാണിച്ചു വെച്ചിട്ടുണ്ട്. എടുത്തവരെ ഓക്കേഷാണ്, അല്ല മറ്റേ ഭയങ്കര കിടിലം അങ്ങനെ അതല്ല, ഓക്കേഷാണ് കണ്ട് ഫാമിലി ഒക്കെ. ഈ പൊതുവെ നടക്കുന്ന ഇപ്പോഴത്തെ പോക്സോ കേസുകൾ, വുമൺ സേഫ്റ്റി, അതൊക്കെയാണ് പറയുന്നത്. ചേട്ടാ സിനിമ വിഷയമാണ്, അടിപൊളി. ഇതാ ഡയറക്ടറിന്റെ മോനിരിക്കും ചോദിക്കുന്ന അങ്ങോട്ട്. അഭിനയമൊക്കെ കൊള്ളായിരുന്നു. ഫഹദ് ഫാസിലും വടിവേലും എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വർത്ത് വാച്ചിങ് ആണ്, കൊടുത്ത പൈസക്ക് പക്കയാണ്, അത് പറയാം. വേറെ പടത്തിന് എടുത്തവരായിട്ട് ഇതിനകത്ത് ഇടുന്ന ട്വിസ്റ്റും പിന്നെ സിനിമ എടുത്തു വെച്ചേക്കുന്നത് തന്നെ സുധീഷങ്ങൾ കലക്കി. വിഷയമാണ്, സെക്കൻഡ് ഹാഫ് കലക്കി. അഭിനയം മേക്കിംഗ് നല്ല രസമുണ്ട്. ഈ സീനൊക്കെ ക്യാമറ സിനിമാറ്റോഗ്രഫി നൈസ് ആയിട്ടുണ്ട്, അത്ര. പിന്നെ കളർ ഗ്രേഡിങ് നൈസാണ്. ഫാസ്റ്റ് യൂഷ്വലി പോലെ തന്നെ നല്ല വിഷയം പെർഫോമൻസ് ആണ്. വടിവേലും നല്ല പെർഫോമൻസ് ഉണ്ട്, ആക്ടിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി മൂവി, നല്ല സസ്പെൻസ് ഉണ്ടായിരുന്നു, നമ്മൾ വിചാരിക്കാത്ത സസ്പെൻസ്, നല്ല അടിപൊളി. ഫഹദ് ഫാസിൽ നല്ലതായിട്ട് അഭിനയിച്ചു, വടിവേലി അതിനായിട്ടും ഗംഭീരമായിട്ട്. ഫാമിലി സ്റ്റോറി തന്നെ. ഫാമിലി എന്ന് ചോദിച്ചാൽ ഇതൊരു നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. രണ്ടുപേരും നല്ല കോംബോ ആണ്. വടിവേല് നല്ല അഭിനയം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിന് സൂപ്പറായിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫഹദും വടിവേലുമായിട്ടുള്ള നല്ല കോമ്പിനേഷൻ ഇതൊക്കെയാണ്. ഒരു മെസ്സേജ് ഉണ്ട്, അത് ഇതാ സസ്പെൻസ് പോലെ ഉണ്ട്, കാണണമായിരിക്കും. നല്ല ഫാമിലിയൊക്കെ നന്നായിട്ടുണ്ട്. അഭിനയം നല്ല ഫഹദിൻ്റെ യൂഷ്വൽ ഇതാണല്ലോ. വടിവേൽ നന്നായിട്ടുണ്ട്. ഇവരെ മെയിനായിട്ട് ഇവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മാമൻ പോലെയല്ല, അത് തന്നെ. ഇത് വേറൊരു സബ്ജക്റ്റാണ്, മറ്റേ വേറെ ഒരു അത് സസ്പെൻസ്. അത് ഫാമിലിക്ക് നന്നായിട്ട് തോന്നുന്നു. എടുത്തവരെ ഓക്കേഷാണ്, അല്ല മറ്റേ ഭയങ്കര കിടിലം അങ്ങനെ അതല്ല, ഓക്കേഷാണ് കണ്ട് ഫാമിലിയൊക്കെ തന്നെ. സൂപ്പറായിട്ടുണ്ട്, കിടിലായിട്ട് പെർഫോം ആയിട്ടുണ്ട്. കണ്ടു നോക്കിയാലേ പറയാം. രണ്ടുപേരുടെയും കോമ്പയും കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ഇത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. വടിവേലും ഫഹദൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. വടിവേലിൻ്റെ അഭിനയം അത് സൂപ്പറായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഭാഗമൊക്കെ സൂപ്പറായിരുന്നു. പടത്തെ പറ്റി എന്ത് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന് ഒരു ഫാമിലി സ്റ്റോറി പോലെ ഒരു ജസ്റ്റ് ഇത് പോകുന്ന പോലെ വിചാരിച്ചത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലാണ് അതൊരു ക്രൈമിനെ കുറിച്ചുള്ള ഒരു കാര്യം, കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിലെ പിള്ളേർ അങ്ങനെയുള്ള റേപ്പ് കാര്യങ്ങളെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കുന്ന പോലെ വടിവേൽ ഭയങ്കരമായിട്ട്. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ തന്നെ നല്ല മനസ്സിലാവുന്നത്. ഫസ്റ്റ് ഹാഫിൽ സ്ലോ ആയിട്ട് പോകുന്നത്, എന്തിനാ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത് സിമ്പിളായിട്ടുണ്ട്, നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ കംപ്ലീറ്റ് സൂപ്പറാണ്. രണ്ടുപേരും നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു, നല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം കൊള്ളാം. മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മെസ്സേജ് ആയിട്ടൊന്നും പറയാനില്ല, എന്തായാലും കൊള്ളാം, നല്ല പടം. എടുത്തു പറയാൻ നമ്മുടെ ഈ പൊതുവെ നടക്കുന്ന ഇപ്പോഴത്തെ പോക്സോ കേസുകൾ, വുമൺ സേഫ്റ്റി, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ നല്ല സ്ക്രീൻ പ്ലേ നല്ലതാണ്, ഡയറക്ഷൻ എല്ലാം കൊള്ളാം. അവർ അഭിനയം സൂപ്പർ, രണ്ടുപേരും സൂപ്പർ. ഫഹദ് ഫാസിൽ എന്തായാലും എല്ലാ സിനിമയിലും പോലെ ഈ സിനിമയിലും കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വടിവേലിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വടിവേലി നന്നായിട്ട് ഇമോഷണൽ സീൻ, നമ്മൾ വടിവേലിനെ കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ, ബട്ട് ഇമോഷണൽ സീനിലും കൂടെ വടിവേലിനെ കാണാൻ പറ്റി. നടക്കും. വടിവേലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം ചേട്ടാ, കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം. ഫഹദ് ഫാസിൻ്റെ ആക്ടിങ് കൊള്ളാം. പടം ഫസ്റ്റ് ഹാഫ് വെച്ച് ഇതിനെ ഒരിക്കലും റിവ്യൂ പറയരുത്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പടത്തിൻ്റെ മൂവ്മെൻറ്റ് അടക്കുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടത്തിൻ്റെ ജേണർ അല്ലെങ്കിൽ അതിൻ്റെ രീതി അങ്ങ് മാറുകയാണ്. ഫുൾ ട്വിസ്റ്റ് ഉണ്ട്. അവരുടെ ആ ഒരു കോംബോ ആക്ച്വലി വളരെ നന്നായിട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കോംബോ. അപ്പോൾ ആ പടം നമ്മൾ ഫീൽ ഗുഡ് മൂവിയാണ്, ടു ബി ഫ്രാങ്ക് ഫീൽ ഗുഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ പടം അങ്ങ് മാറും. അതിൻ്റെ ഒരു രീതിയായാലും നമ്മൾ ഇതുവരെ ഇപ്പോൾ അടുത്തായി കാണുന്ന പടങ്ങളൊരു രീതിയല്ല അതിന്. എല്ലാവരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ്, നല്ലൊരു മോറൽ തരുന്നൊരു പടമാണ്. അഭിനയമൊക്കെ ഫഹദ് ഫാസിലൊക്കെ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട്. ആ ഒരു ചെറിയ റോള് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ചെറിയൊരു ക്യാരക്ടർ, സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ, അദ്ദേഹം വളരെ വടിവേലു സാറ് പറയണം, വളരെ പ്രത്യേകിച്ച് നമ്മൾ ആക്ച്വലി ഡിസീസ് അൾസൈമേഴ്സ് ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അൾസൈമേഴ്സിനൊക്കെ അവർ വളരെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് എൻ്റെ ചേഞ്ചസ് ഡ്രാസ്റ്റിക് ആൻഡ് വെരി ഗുഡ്. ഫസ്റ്റ് ഹാഫ് ഓൾറെഡി പറഞ്ഞ ഒരു ചെറിയ ലാഗ് പോലും നമുക്ക് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് ത്രില്ലിങ് ആ ഒരു പാത്തയിലേക്ക് പോവാം. വടിവേലു ഓഫ് കോഴ്സ് എല്ലാ പടത്തിലും പോലെ തന്നെ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് പെർഫോം സെയിം എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി. അവർ രണ്ടുപേരും നല്ല കോംബോ തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. അവരുടെ രണ്ടുപേരും കോംബോയും കൊള്ളായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല ത്രില്ലറാണ്, നമുക്ക് നല്ല രീതിക്ക് രസിച്ചിരിക്കാനും പറ്റും. നല്ല സിനിമയാണ്. പിന്നെ ഡയറക്ടറിൻ്റെ മോനും ഉണ്ട്. പിന്നെ നല്ല സിനിമയാണ്, നമുക്ക് ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ പെട്ടെന്ന് ബോറാണെന്ന് വിചാരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫ് കയറുമ്പോൾ നമ്മളെ ഇരുത്തിക്കും. അപ്പം അത്ര രീതിക്ക് നല്ല രസമുള്ള സിനിമയാണ്. അപ്പം അടിപൊളിയാണ്. അവരുടെ രണ്ടുപേരും നല്ല കോംബോ ആയിരുന്നു.
ഒരു അഭിനയം എല്ലാം അടിപൊളിയായിരുന്നു. ഫഹദിൻ്റെയും വടിവേലുവിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു.